അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഞായറാഴ്ച ഉച്ചയൂണ് വ്ളോഗാണിത്. ഉച്ചയൂണിന് വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണ് ഞായറാഴ്ച. അപ്പോൾ ഇന്നെന്താണ് കൂട്ടാൻ വെക്കാൻ നമ്മൾ പ്ലാൻ? ഞാൻ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അടുത്തുള്ള ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. ചുവന്ന ആവോലി എന്നാണ് മീനിന്റെ പേര്. ചുവപ്പ് തലയില് മാത്രമേ ഉള്ളൂ, തലയുടെ ഒരു ഭാഗത്ത് മാത്രമേ ചുവന്ന കളറുള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യാം, നമുക്കൊന്ന് വറക്കാം അല്ലേ? മീൻ വറുത്തത് കുറച്ച് കഷ്ണമേ ഉള്ളൂ. അപ്പൊ മീൻ വറുത്തതും ചമ്മന്തിയും പാവയ്ക്ക മെഴുക്കുരട്ടിയും ആണ് ഇന്നത്തെ. പിന്നെ മുട്ട പുഴുങ്ങിയത് അല്ലേ? മുട്ട പുഴുങ്ങിയത് അതുണ്ട് ചോറിന്റെ കൂടെ. അതാണ് ഇന്നത്തെ ഞായറാഴ്ച ഉച്ചയൂണ് എന്ന് പറയുന്ന ഈ ഒരു വ്ളോഗില് നമ്മൾ ഇന്നത്തെ പരിപാടി, ഞായറാഴ്ച ഉച്ചയൂണ്. അപ്പൊ എല്ലാവർക്കും പേർഷ്യൻ മലയാളിയുടെ ഈ ഒരു ഞായറാഴ്ച ഉച്ചയൂണ് എന്ന് പറഞ്ഞ ഈ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ കുറച്ച് മടിയൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലൊക്കെ എണീറ്റത്. നിങ്ങളെല്ലാവരും കുറച്ച് നല്ലതായിട്ട് ഉറങ്ങി, അല്ലെങ്കിൽ ചിലർ എനിക്ക് തോന്നുന്നു രാവിലെ എണീറ്റ് എക്സസൈസിനും കളിക്കാനും പോകുന്ന ദിവസവും ആവാം നാട്ടിലുള്ളവർ കൂടുതൽ. ഞാനൊക്കെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. രാവിലെ എണീറ്റ് ഞായറാഴ്ച നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ ഞാൻ കരിഞ്ഞു പോകും, അത്ര ചൂടാണ്. അപ്പോൾ ഇവിടെ അത് പറ്റുന്നില്ല. ഇൻഡോർ ഉണ്ട്. ഇൻഡോറിൽ അവിടെ പേയ്മെന്റ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല, കുറച്ച് പേരെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ ഓഫീസിലൊക്കെ അവർ ഇടയ്ക്ക് പറയുന്നുണ്ട് നമുക്ക് ഇൻഡോർ പ്ലാൻ ചെയ്യണം. ഇതുവരെ പ്ലാനിങ് വർക്കൗട്ട് ആയിട്ടില്ല. വർക്കൗട്ടാകുമ്പോൾ പോവാം. പിന്നെ അപ്പോൾ ഇതാ മുളക് ചുടാൻ വേണ്ടി മുളക് ചുട്ട ചമ്മന്തിയാണ്. അതിലേക്ക് സ്ഥിരം ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥിരം ചമ്മന്തി, പ്രത്യേകതയൊന്നുമില്ല. അപ്പൊ അതിലേക്ക് വേണ്ടി മുളകിനെ കരിക്കുന്നുണ്ട്. മുളകിനെ കരിക്കില്ല, മുളകിനെ ചുടുവാണ്. മുളകിനെ കരിക്കുമല്ല, മുളകിനെ ചുട്ട ചമ്മന്തി. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെ ചൂടത്തില്ല കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് പച്ചമുളക് പച്ചക്ക് ചമ്മന്തി ആയിരിക്കും. എന്റെ വീട്ടിലൊക്കെ അമ്മ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസം. എനിക്കിഷ്ടമല്ല അങ്ങനെ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. തിരുവാവണിരാവ് മലരല്ല. ഞാൻ അടുത്തുള്ള തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ഫിഷ് വാങ്ങിച്ചു, ഫ്രൈ ചെയ്യാം. അപ്പോൾ ആവോലിയാണ് കിട്ടിയത്. നല്ല കുറച്ചൊരു ചുവന്ന ആവോലി എന്ന് പറയും. അത് നല്ലൊരു ടേസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത്. ആദ്യമായിട്ടാണ് നമ്മളിവിടെ വാങ്ങുന്നത് ചുവന്ന ആവോലി, റെഡ് ആവോലി. അപ്പോൾ അതാണ് ഫിഷ്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കഴുകിയെടുക്കുക. ചുവന്ന ആവോലി ഞാനും ആദ്യമായിട്ട് കാണുക. ഒരുപാട് തിരക്ക്. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് പ്രാൻ ചോറ് വയ്ക്കും, കൂട്ടാൻ വയ്ക്കും. അതെ, ഞാനാണ് ഇന്നത്തെ മെയിൻ ഷെഫ്. പക്ഷെ എന്നെ സഹായിക്കാനെന്ന വ്യാജേന അടുക്കളയിൽ കയറി അടുക്കള കൈയടക്കിയ ഞാൻ പൊക്കോട്ടാ. എനിക്ക് അടുക്കള നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ചമ്മന്തി ഇതാ തയ്യാറായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ചമ്മന്തി. കാണാമോ എല്ലാവരും? നമ്മുടെ ചമ്മന്തി നമ്മളിവിടെ ഉച്ചയൂണിന് വേണ്ടി, ഞായറാഴ്ച ഉച്ചയൂണിന് വേണ്ടി ഉണ്ടാക്കിയ നമ്മുടെ ചമ്മന്തി. സോ ഈ ഞായറാഴ്ച ഉച്ചയൂണ് നമ്മൾ ഈ ചമ്മന്തിയും ചോറും പാവയ്ക്ക മെഴുക്ക് വരട്ടിയും അച്ചാറും ഇത്രയല്ലേ ഉള്ളൂ, പൊരിച്ച മീൻ. ഇതാണ് നമ്മുടെ ഞായറാഴ്ച ഉച്ചയൂണിൻ്റെ ഇവിടുത്തെ ഐറ്റംസ്. അപ്പോൾ ചമ്മന്തി ഞാൻ ഉരുട്ടി വെക്കാൻ പോവാം. നമ്മൾ ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ അതിനെ ഉരുട്ടി വെക്കണമെന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. എന്റെ എരിമുളക് പൊടി അവരെവിടെ വെച്ചു? എരിമുളക് പൊടി അവരെവിടെ വെച്ചെന്ന് അവരോട് വിളിച്ച് ചോദിക്കേണ്ടി വരും. കാണുന്നില്ല, വേണ്ട തമാശ അവിടെ എവിടെയെങ്കിലും കാണും, നോക്ക്. അത് സംഭവം വെച്ചാൽ വേറെ ഒന്നുമല്ല. ലിഡുവിന് ഇവിടെ വയ്യായിരുന്നപ്പോൾ നമ്മള് ഒരു ദിവസത്തേക്ക് ഒരു സെർവൻറ്റിനെ ഒരു ദിവസത്തേക്ക് ഹയർ ചെയ്തു. വൈകുന്നേരത്തേക്ക് ഒരു ഡിന്നർ ഉണ്ടാക്കുക. കാരണം ഹോട്ടലിൽ നിന്ന് ആഹാരം വെക്കാൻ വയ്യ, വീട്ടിൽ നിന്ന് ഉണ്ടായി കഴിക്കണം. ഒരു സെർവൻ്റ് അല്ല, ഒരു ഹൗസ് ഹെൽപ്പറിനെ ഒരു മണിക്കൂറത്തേക്ക് ഹയർ ചെയ്തായിരുന്നു. ഒട്ടും വയ്യായിരുന്ന ഒരു ദിവസം. അപ്പോൾ അവരിവിടെ വന്നിട്ട് എല്ലാ സാധനങ്ങളും ഓരോ സ്ഥലങ്ങളിലും മാറ്റി മാറ്റിയൊക്കെ വെച്ച് ഇവിടെ നമുക്കിപ്പോൾ കൺഫ്യൂഷനായി. ഒന്ന് തിന്നിപ്പറന്ന പൊന്നുകിനാക്കളല്ല കരളിനകത്ത് ചില്ലിപ്പടച്ചതല്ലേ. ചമ്മന്തിയിൽ എരിവ് കുറവാണോ? എരിവൊക്കെ ഉണ്ട്, അത്ര എരിവ് മതി. അത്ര എരിവ് മതി, ആവശ്യത്തിനുണ്ടോ? ഉപ്പിട്ടോ?
എല്ലാം ഓക്കെ. ഇങ്ങനെ കൈ കൊണ്ട് എടുക്കണം. അത് ഞാൻ എടുക്കാം. ആദ്യം ഇത് എടുത്തിട്ട് ഞാൻ അത് കൈ കൊണ്ട് എടുക്കും. കൈ കൊണ്ട് കിട്ടും. ഐ വിൽ ഡു. ഇതിനകത്ത് നിന്റെ കൈ ഇട്ടാലേ കൈ മുറിയും. പിന്നെ ഇതെടുക്കണോ ഈ മുളക്? ഇതും വേണം. ഇതിലിടുവോ? അതിന്റെ മുളകല്ലേ? അല്ല, ഇത് അരഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? പൂർണ്ണമായിട്ട് അരഞ്ഞിട്ടില്ല. പൂർണ്ണമായിട്ട് അരഞ്ഞിട്ടുണ്ട്. അത്രേ അരയൂ. കൈ വെച്ചെടുക്കണം. ഇങ്ങനെ ഞാൻ എടുക്കാം. കൈ വെച്ച് ഫൈനലി കൈ വെച്ച് തന്നെ എടുക്കും. ഇല്ല, എത്ര പാവയ്ക്ക വേണം? 3 പാവയ്ക്ക ഉണ്ട്. ആ 3 എടുത്തോ. വെച്ചേക്കുണ്ട് 3. ഇത്ര വലിയ പാവയ്ക്കാണ്. അപ്പൊ അടുത്തത് നമ്മൾ ഇതാ പാവയ്ക്ക വിഴുക്കുരട്ടി ഉണ്ട്. 2 എണ്ണം പോരെ? പോവാ. പാവയ്ക്ക 3 എടുത്തോ. എന്തിനാ വച്ചേക്കുന്നത്? ഇതിനാ നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചാൽ മതിയല്ലോ. മടക്കിയല്ല, ഉരുട്ടി വെക്കാം. വലുത് കൈ നിൽക്കുന്നില്ല. കൈ കയറ്റതിലോട്ട് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ഉറ്റു വേ. അതാ ചെയ്യുന്നത്. അയ്യോ അയ്യോ, ഇത് വലുത്. ശരി, മതി, വിട്. എന്നെ മിക്സ് ചെയ്യാനാ ഞാൻ ഉരുട്ടാൻ പറഞ്ഞത്. എന്തോ അങ്ങനെയാ? അങ്ങനെ. അത് മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. മാറി നിൽക്കൂ. താഴെ പോവരുത്. മതി. ചമ്മന്തി നമ്മളിങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഉരുട്ടി വെക്കണം. എന്നാലേ ഇത് മിക്സ് ആകത്തുള്ളൂ. നമ്മുടെ ചമ്മന്തി ഉരുട്ടി മിക്സായ ചമ്മന്തി റെഡി. കണ്ടില്ലേ? കണ്ട് ഞാൻ ഇത് കണ്ടില്ല? നമ്മൾ അടിപൊളി വെള്ള പാവയ്ക്ക ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ പാവയ്ക്ക ഇഷ്ടം. ഇവിടെ 2 ടൈപ്പ് പാവയ്ക്ക കിട്ടും. കുറച്ച് ഗ്രീൻ കളർ, കുറച്ചും കൂടെ ഡാർക്ക് ഗ്രീൻ കളറിൽ കിട്ടും. ഇതുപോലത്തെ ഒരു ഇതാണ് കൂടുതൽ നാട്ടിൽ കിട്ടുന്നത്. നാടൻ. ഇതിനാണ് നമ്മൾ നാടൻ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഇത് കുറച്ചുകൂടെ മൂത്തതാ, നല്ല പഴുത്ത ഒരു ടൈപ്പ് ഓഫ് പാവയ്ക്കയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മറ്റതിന് കുറച്ചുകൂടെ കയ്പ് കൂടുതലാണ്, ഭയങ്കര ഡാർക്ക് കളറിന്. അത് കൂടുതൽ ശ്രീലങ്ക എന്നൊക്കെയാണ് വരുന്നത് ഇവിടെ. ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. എന്നാണ് ഞാൻ അരിഞ്ഞു തരാം. ഞാൻ അല്ലേലും പോവാ, എന്റെ ജോലി കഴിഞ്ഞു. വണ്ടി മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക ഞാൻ അരിഞ്ഞു തരാം. ഞാൻ അരിയുന്നില്ല. അടുത്ത എന്നെ ഏൽപ്പിച്ചേക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് മീനിൽ മസാല പുരട്ടുക എന്ന വളരെ വളരെ നമ്മള് എന്താ പറയാ, വളരെ 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 നോക്കി കണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം മസാല കൂടി പോയാൽ നമുക്ക് മീൻ കൊള്ളത്തില്ല. മസാല ഞാനല്ലേ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. മിക്സ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അത് മീനിൽ പുരട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു ദൗത്യം ആണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പൊ അതിലേക്ക് വേണ്ടി ഞാൻ ആദ്യം ഗ്ലൗസ് യൂസ് ചെയ്യുകയാണ്. കാരണം ഗ്ലൗസ് യൂസ് ചെയ്യില്ലെങ്കിൽ ഈ നമ്മുടെ കൈ നീറും. നാട്ടിൽ ഗ്ലൗസ് ഇല്ലാതെ എല്ലാവരും ചെയ്യുന്നത്. നാട്ടിൽ ഗ്ലൗസ് ഇല്ലാതെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് എനിക്ക് അത്ര ഇതില്ല, ശീലം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൈ നീറും. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടാണ് നമ്മൾ മീനിൽ മസാല പുരട്ടാൻ പോകുന്നത്. മസാലയിൽ എന്തൊക്കെയാണ് നമ്മൾ മീനിൽ മസാലയ്ക്ക് ഇട്ടത്? മുളക് പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. അത്രേ ഉള്ളൂ. ഇതെന്താ സ്മോൾ സൈസ്? അത് കയറുന്നില്ലല്ലോ എൻ്റെ കയ്യിൽ. എപ്പോഴും വാങ്ങുന്നുണ്ട്. മീഡിയം എപ്പോഴും വാങ്ങാറ്. എനിക്ക് ലാർജ് വലുതാ. മുളക് പൊടി, മസാലപ്പൊടിയാ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്തുവാ, ഇച്ചിരി മഞ്ഞപ്പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി. ഇത്രയാണ് നമ്മുടെ മീനിന്റെ മസാല. കേറുന്നില്ല. അതെന്താ കേറാത്ത? എന്റെ കൈ വലുതായോണ്ട് കേറുന്നില്ല. പിന്നെ ഇതിനു മുമ്പ് ഇവിടെ ഇത് സീസാനം തന്നെ ഇത് തന്നെ. പക്ഷെ അത് സൈസ് വ്യത്യാസം. സെയിം മീഡിയം. ഞാനല്ലേ വാങ്ങിയത്, എനിക്കറിയില്ലേ. ശരി, മസാല ഏത് വെള്ളം ഇട്ടാവും മസാല കുഴക്കേണ്ടത്? ആദ്യം ഇതിനകത്തോട്ട് ഏത് വെള്ളം ഉപയോഗിക്കേണ്ടത്? ഏതെങ്കിലും വെള്ളം ഇച്ചിരി ഒഴിച്ച്. ഉപ്പിട്ടില്ല.
ഉപ്പ് കറക്റ്റ് നോക്കണം. ആ ഉപ്പിട്ട് വെച്ച് ആദ്യം മിക്സ് ചെയ്ത് ഉപ്പ് കറക്റ്റ് നോക്കിയിട്ട് മീൻ അല്ലെങ്കിൽ മീനിനകത്ത് ഇട്ടിട്ട് നോക്ക്. ഓക്കെ, ഞാൻ വെള്ളം കുഴയ്ക്കാൻ. ഇവിടുന്ന് എടുത്താൽ മതി വെള്ളം. ഈ വെള്ളമാണോ കുടിക്കുന്ന വെള്ളം എടുക്കാം? അവിടെ അതിനകത്തോട്ട് ഒഴിക്കുമ്പോ അവിടെ തെറിക്കുമേ. ഇല്ല, ചുമ്മാ എന്റെ അടുക്കള വൃത്തിയേടാക്കാനായിട്ടാ കേറുന്നത്. നമ്മൾ അടുക്കള കയറിയാൽ പറയും അടുക്കള വൃത്തി കേടാക്കാനാ കയറുന്നതെന്ന് പറയും. നമ്മൾ അടുക്കള കയറില്ലെങ്കിൽ പറയും നമ്മൾ സഹായിക്കാൻ കയറിയില്ലെന്ന് പറയും. ഞാൻ അങ്ങനെ എന്ത് ചെയ്താലും നമ്മളൊരു കുറ്റക്കാരനാവുകയാണ്. ഏതെങ്കിലും ഒരു കുറ്റം വരട്ടെ. അടുക്കള കയറിയിട്ട് കുറ്റം പറയാം. സോ ഇതിന് മറ്റ് നമ്മൾ സാധാരണ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് അത് തീർന്നു പോയി. അത് കാരണം സാധാ ഉപ്പ് ഉപയോഗിക്കുക. ഇതിന് മറ്റേനേക്കാൾ ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. അങ്ങനെ എനിക്ക് പറ്റില്ല. അങ്ങോട്ട് നോക്ക ഉപ്പുണ്ടോ? എനിക്കറിയാണ്ട് തിന്നുമ്പോ ഉപ്പ് അറിയുന്നില്ലേ? ഇതെനിക്ക് പറ്റത്തില്ല. എനിക്ക് തന്നെ അങ്ങോട്ട് ചെയ്ത് നോക്കിയാ മതി. എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് ഛർദ്ദിക്കാൻ വരും. തന്നെ അങ്ങോട്ട് നോക്ക്. എനിക്ക് ഇങ്ങനെ കുഴച്ചു നോക്കിയിട്ട് ഉപ്പ് ഉണ്ടാന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. എന്താന്ന് അറിയത്തില്ല. കഴിച്ചൊക്കെ പറയാൻ പറ്റും, ഇങ്ങനെ അറിയത്തില്ല. നാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് എനിക്ക് സംശയം. ചെക്ക് ചെയ്യണം. പിന്നെ നാക്കിന് പ്രശ്നമുള്ളവർ കഴിക്കുമ്പോഴേ രുചി അറിയത്തില്ല. പറ്റില്ല, ഞാൻ വായി വെക്കത്തില്ല. ഞാൻ കുറച്ചും കൂടെ ഉപ്പിടാൻ പോകും. എനിക്ക് ഉപ്പ് അറിയുന്നില്ല. കൂടിയെന്ന് പറയല്ലേ. കൂടിയാലും വേണം തന്നെ തിന്നണം. കുറച്ച് ഓയിൽ ഒഴിക്കണം അതിലോട്ട്. വേണ്ട, ഓയിൽ ഒഴിക്കണ്ട. ഓയിൽ വേണ്ട. നോക്ക്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്. അവിടെ എല്ലാം വീഴും. ഉപ്പില്ല. മസാല വായിൽ വെച്ചാലല്ല ഉപ്പ് അറിയൂ. ചൂട് മതി മതി. പിന്നെ മസാല പുരട്ടി. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് കയറ്റി വയ്ക്കും. കുറച്ച് മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിക്കാം. അതിന് മസാലയൊക്കെ വെക്കിട്ട്. ഓക്കെ, ഡൺ. കണ്ടില്ലേ ഇതിവിടെ പോരെ. മസാല എല്ലാത്തിലും നല്ലതായിട്ട് പുരട്ടി. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ, അല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് അതിലോട്ട് പിടിക്കും. അതെന്തായാലും എനിക്കൊന്ന് ഫ്രിഡ്ജ് തുടയ്ക്കണം. ആക്ച്വലി കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുക. കുറേ ദിവസം കൊണ്ട് ഫ്രിഡ്ജ് തുടച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. ബിക്കോസ് ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഈ ആഹാരമൊക്കെ വയ്ക്കുമല്ലേ, അപ്പോൾ അതിനകത്ത് ഈ ഫംഗലും വൈറസൊക്കെ ഉണ്ടാകാനുള്ള ഫംഗസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണമെന്നാണ് വിവരമുള്ളവർ പറയുന്നത്. അത് ഫോളോ ചെയ്യണം. കുറേ പേരൊക്കെ പറയുന്നുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയ അടുത്ത ദൗത്യമാണ് പാവയ്ക്ക അരിയൽ എന്ന് പറയുന്ന അടുത്ത ദൗത്യം. അത് ഞാൻ ചെയ്യുവാണ്. ജോലിയെല്ലാം ചെയ്യുന്ന നല്ലവനായ അടുക്കള അതെന്തോ. എനിക്ക് പാവയ്ക്ക പണ്ട് മുതലേ വലിയ ഇഷ്ടമാണ്.
പാവയ്ക്ക വിഴുക്കുവരട്ടി. അതെനിക്ക് അതിലും ഇഷ്ടമാണ്. യുവർ മോംസ് വിൽ മേക്ക് ഇൻ എ ഡിഫറെൻറ്റ് വേ സ്റ്റൈൽ. തേങ്ങയുടെ കൊത്തൊക്കെ ഇട്ടിട്ട് എന്തോ ഫ്രൈ ആണോ അത്? മെഴുക്കുവരട്ടി. അത് നാട്ടിൽ ചിലപ്പോൾ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ആ ഒരു രീതി അതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മ വയ്ക്കുന്നതും, പണ്ട് ഞാൻ ചോറ് ഓഫീസിലായാലും അതായത് ഓഫീസിലായാലും സ്കൂളിലായാലും ചോറ് കൊണ്ടുപോകുമ്പോൾ ഉച്ചയ്ക്ക് ഒരു ചമ്മന്തി ആയിരിക്കും. പിന്നെ പാവയ്ക്ക ആഴ്ചയിൽ 5 ദിവസം പോവുകയാണെങ്കിൽ അതിൽ ഒരു 3 ദിവസമെങ്കിലും ഒരു പാവയ്ക്ക വിഴുക്കുവരട്ടി കാണും. ചമ്മന്തി ഡെയിലി കാണും. ചമ്മന്തി, പാവയ്ക്ക വിഴുക്കുവരട്ടി, പിന്നെ അച്ചാർ കാണും, പിന്നെ മീൻ പൊരിച്ചത് കാണും. ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ഊണിൻ്റെ ഒരു സെറ്റപ്പ്. അരേ ഞാൻ ഉണ്ടാക്കി തരാം. തിരുവനന്തപുരം സ്റ്റൈൽ അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. കഴിച്ചാൽ മതി. ഇന്ന് ട്രിവാൻഡ്രംകാർ ഇറങ്ങിയിരിക്കുക അടുക്കളയിൽ, മനസ്സിലായോ? തിരുവനന്തപുരം കേരളത്തിൻ്റെ ക്യാപിറ്റൽ, അതറിയാമോ? അപ്പോൾ ആ ക്യാപിറ്റലിലുള്ള ആൾക്കാരാണ് ഇന്ന് അടുക്കള കയറിയിരിക്കുന്നത്. തിരുവനന്തപുരംകാരൻ എന്താ പിന്നെ മീനിന് മസാല ഇടാഞ്ഞതും ചമ്മന്തി അരക്കാഞ്ഞതും പാവയ്ക്ക അരിഞ്ഞാൽ മാത്രം ഇവിടെ കൂട്ടാനാവോ? പാവയ്ക്ക വിഴുക്കോട്ട് വെക്കും തിരുവനന്തപുരം സ്റ്റൈലിൽ. ബാക്കി ഏത് ബാക്കി? കൂട്ടാൻ ബാക്കി മീൻ പൊരിക്കുന്നു. തിരുവനന്തപുരം സ്റ്റൈലിൽ മീൻ പൊരിച്ചു. മസാല ഇട്ടോ കാര്യല്ലേ? പത്തനംതിട്ടയുടെ സ്റ്റൈലിലുള്ള മീൻ ഫ്രൈ വറക്കൽ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇറ്റ് ഈസ് വെരി നൈസ് ഓൺലി. ഐ ലൈക്ക് ഇറ്റ്. ദാറ്റ് ഈസ് വൈ ഐ കോൾഡ് യു. ഇങ്ങനെ ഇരുന്ന് അരിയുമ്പോഴേ പണ്ടൊക്കെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുതിലെ ഈ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമ്പോൾ ഫാമിലിയിലുള്ള എല്ലാവരും ഇങ്ങനെ രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അരിയുകയും ഇതൊക്കെ ചെയ്യും. ഹെൽപ്പിങ്. ആ ഒരു സീൻ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുതിലെ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ട്, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് കൂടും, ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം അവിടെ എല്ലാവരും ഉണ്ടാവും. നമ്മുടെ അമ്മയുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടാവും. രാത്രി തന്നെ ഒരു 10-20 പേരെങ്കിലും 20 പേരെങ്കിലും വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും. പിള്ളേരും കുട്ടികളും എല്ലാം കൂടി 10-30 പേര് കാണും, അല്ലെ 10-25 പേര് കാണും. അപ്പോൾ ഈ രാത്രിയൊക്കെ അവിടുത്തെ സ്ത്രീകളെല്ലാം കൂടെ ഇതുപോലെ പിറ്റേ ദിവസം എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം ഓരോന്ന് അരിയുകയും ഒക്കെ ചെയ്യും. അത് കണ്ട ഓർമ്മയും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണും. അതൊക്കെ അന്തക്കാലം. ഇന്നത്തെ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ചില നാട്ടുമൃതം കാണുമായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ റെയറാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ പാവയ്ക്ക വിഴുക്കുവരട്ടാൻ പോവുകയാണ്. അതിലേക്ക് വേണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. പച്ചമുളകും കറിവേപ്പിലയും ഇട്ടു. പച്ചമുളകൻ കറിവേപ്പില നമ്മുടെ വെളിച്ചെണ്ണയിലിട്ടു. പച്ചമുളകൻ കറിവേപ്പില ആദ്യം. ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണേ. അത് എത്രത്തോളം ടേസ്റ്റി ആവും നമുക്ക് കണ്ടറിയാം. അപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക, നമ്മൾ പാവയ്ക്ക വിഴുക്കുവരട്ടി, പാവയ്ക്ക വിഴുക്കുവരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിതാ അതിലേക്ക് സവാള ഉള്ളി ഇട്ടിട്ടുണ്ട്. സവാള ഉള്ളി അരിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്തേക്കുക. സവാള ഉള്ളിയും കൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പാവയ്ക്ക് ഹാഫ് മുരിഞ്ഞതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്തു. ജസ്റ്റ് അടച്ചു വെച്ചാൽ മതി, അതിനൊന്ന് സെറ്റ് ആയിക്കോളും. വേണമെങ്കിൽ കുറച്ചും കൂടെ മുരിച്ചെടുക്കാം, അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും.
ഇതാണ് നമ്മുടെ ഞായറാഴ്ച ഉച്ചയൂണ്. അപ്പം ചോറ്, മുട്ടക്കറി, മുട്ട പുഴുങ്ങിയത്, ചമ്മന്തി, പാവയ്ക്ക മെഴുക്കുവരട്ടി, മുളകച്ചാർ, മീൻ പൊരിച്ചത്. സിമ്പിൾ. ചമ്മന്തി, മുളകച്ചാറ്, പാവയ്ക്ക മെഴുക്കുവരട്ടി ഇപ്പോഴും ചേർത്ത് നമ്മുടെ ചോറ് കഴിക്കാം.